പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ തീർത്ഥാടന യാത്ര നമ്മുടെ അമ്പ് തിരുനാളിന് കാരണബോധനായ റോമിലെ തീർത്ഥാടന പള്ളികളിൽ ഒന്നായ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അടുത്തേക്കാണ്. ഈ ദേവാലയം റോമൻ മതിലിന് പുറത്ത് വിജനമായ ഒരു പ്രദേശത്താണ്. റോമിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. റോമിൽ നിന്ന് എപ്പോഴും കാൽനടയായിട്ടുള്ള തീർത്ഥാടനങ്ങൾ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാറുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളന്റെ ദേവാലയത്തിലേക്കാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളനെ അടക്കം ചെയ്തിരിക്കുന്ന ഈ ദേവാലയത്തിലാണ്. നമ്മളെല്ലാവരും ഒത്തിരി സ്നേഹിക്കുന്ന, മാധ്യസ്ഥം അപേക്ഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് മാറ്റിവെക്കാം. നമുക്ക് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും വിശുദ്ധനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും വിശുദ്ധൻ്റെ ആ വിശ്വാസ തീഷ്ണതയിൽ ജീവിക്കാനായിട്ട്, ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള നമ്മുടെ ദൗത്യം ഓർത്തെടുക്കുകയും അത് ജീവിക്കാനായിട്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫ്രാൻസിലെ നർബോണ എന്ന സ്ഥലത്താണ് പുണ്യാളൻ ജനിച്ചത്. എന്നാൽ അതിനുശേഷം 283 റോമിലേക്ക് വരികയും എംപറർ കരിയനോസിൻ്റെ കാലത്ത് റോമൻ പട്ടാളത്തിൽ ചേരുകയും അങ്ങനെ ഒരു റോമൻ പട്ടാളക്കാരനായിട്ട് സേവനം ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് പുതിയ ചക്രവർത്തിയായിട്ട് ഡയക്ലേഷ്യൻ ചക്രവർത്തി സ്ഥാനമേൽക്കുന്നത്. ഡയക്ലേഷ്യൻ ചക്രവർത്തിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു കാര്യം തൻ്റെ പട്ടാളക്കാരെ എല്ലാവരെയും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരെ ക്രിസ്തു മതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി പേര് ക്രിസ്ത്യാനികളായി മാറി. നമുക്ക് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവചരിത്രം കേട്ടുകൊണ്ട് തന്നെ അതിവിശുദ്ധമായ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. വിജനമായ പ്രദേശത്തുള്ള ഒരു ദേവാലയമാണെങ്കിലും വളരെ വലിയ ദേവാലയമാണിത്. വിജനമായ പ്രദേശം എന്ന് പറയാൻ കാരണം മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ 12 ഏക്കറോളം സ്ഥലം അതിന് ഭൂഗർഭ സെമിത്തേരിയാണ്. ഭൂമിക്കടിയിലുള്ള ആഴത്തിലുള്ള സെമിത്തേരി. നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തൊക്കെ കാണാം. എങ്കിലും ഇത് വളരെ വലിയൊരു ദേവാലയമാണ്. കാരണം ഒത്തിരി ജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. നമുക്കും ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കാം, ഈശോയുടെ അനുഗ്രഹം യാചിക്കാം. നമുക്ക് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരാം. വിശുദ്ധ സെബസ്ത്യാനോസ് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് റോമിലേക്ക് എത്തി സൈന്യത്തിൽ ചേരുന്നത്. അന്ന് ഇരട്ട സഹോദരന്മാരായ മർക്കസും മർസെലിനൂസും ക്രിസ്ത്യാനികൾ എന്ന കാരണത്താൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവരെ ജയിലിലെത്തി ധൈര്യപ്പെടുത്തി. അതുപോലെ തന്നെ ജയിൽവാസികൾ ഒത്തിരി പേര് മാനസാന്തരപ്പെട്ടു. മർക്കസിൻ്റെയും മർസിനിയൂസിൻ്റെയും പിതാവ് പ്രമെലിയാനൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വാതരോഗം സുഖപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനിടയായ റോമൻ ഗവർണർ റൊമേഷ്യൂസും മകൻ തിബൂർത്തിയൂസും മാനസാന്തരപ്പെട്ടു. ഇതൊന്നും ഡയക്ലേഷ്യൻ ചക്രവർത്തി അറിഞ്ഞിരുന്നില്ല. എന്നാൽ ടോർക്കറ്റസ് എന്നൊരു വ്യക്തി തിബൂർത്തിയൂസിനെയും റൊമേഷ്യൂസിനെയും സെബസ്ത്യാനോസിനെയും വെട്ടിക്കൊടുത്തു. തിബൂർത്തിയൂസിൻ്റെ തല വെട്ടിക്കളഞ്ഞു. റൊമേഷ്യൂസും വധിക്കപ്പെട്ടു. സെബസ്ത്യാനോസിനോട് ജൂപ്പിറ്റർ ദേവന് ധൂപമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കാൻ ചക്രവർത്തി ഉപദേശം നൽകി. എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു. തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീക്കണലിൽ കൂടി നടക്കുന്നത് റോസാ മെത്തയിൽ കൂടി നടക്കുന്നത് പോലെയാണെന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് പറഞ്ഞു. ഇത് കേട്ട് ഡയക്ലേഷ്യൻ ചക്രവർത്തി വിശുദ്ധ സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊല്ലുവാനായിട്ട് ആജ്ഞാപിച്ചു. അങ്ങനെ സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് പടയാളികൾ അമ്പ് എയ്തു. എന്നാൽ ആ അമ്പെയ്ത്ത് മരണത്തിന് കീഴടങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് പടയാളികൾ അദ്ദേഹത്തെ അവിടെ ഇട്ട് പോയി കളഞ്ഞു. വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ചില്ല. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ ഒരു ക്രിസ്ത്യൻ വിധവ കണ്ട് അദ്ദേഹത്തെ ആ മരത്തിൽ നിന്ന് അഴിച്ച് തൊട്ടടുത്തുള്ള സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചു. അങ്ങനെ വീണ്ടും ജീവനിലേക്ക് വന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ മുന്നിലേക്ക് വരികയാണ്. അവിടെ വന്ന് ആ ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം എന്ന് പ്രഘോഷിച്ചു. ഉടനെ തന്നെ ഡയക്ലേഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോസിനെ അടിച്ചു കൊല്ലുവാനായിട്ട് ആജ്ഞാപിച്ചു. അങ്ങനെ സെബസ്ത്യാനോസിനെ ഒരു കൽത്തൂണിൽ കെട്ടിയിട്ട് ഗദ കൊണ്ട് അടിച്ചാണ് കൊല്ലുന്നത്. ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിയായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസ് മാറി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കൊടുത്ത വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് എല്ലാവരും രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറ്റലിയിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ച് ഒരുപാട് പേര് സുഖം പ്രാപിച്ചു.
നമുക്കിവിടെ വിശുദ്ധ സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊന്ന അമ്പും അതുപോലെ തന്നെ ഗത കൊണ്ടടിച്ചു കൊല്ലുവാനായിട്ട് കെട്ടിയിട്ട തൂണൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഇതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ കോവാദീസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ പത്രോസ്ലീഹായും ഈശോയും കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ടല്ലോ, അതും ഈ റോമൻ വോളിന് തൊട്ടടുത്താണ്, അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ഉള്ള ഈശോയുടെ കാൽപാദം പതിഞ്ഞ ആ കാൽപാദത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതലവും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കോവാദീസ് എന്ന് എഴുതിയതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ നമുക്ക് കാണാവുന്നത് വലത് സൈഡിലായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ ഗത കൊണ്ടടിച്ചു കൊല്ലുവാനായിട്ട് കെട്ടിയിട്ട് ആ തൂണ്, കൽത്തൂണിനെയാണ് കാണുക. അതുപോലെ തന്നെ ഇങ്ങേ സൈഡിൽ ഇടത്ത് സൈഡിലായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊന്ന ആ അമ്പാണ് നമുക്ക് കാണുക. നമുക്കറിയാം, നമ്മുടെ ഇടവകകളിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ, അമ്പ് തിരുനാൾ വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് കൊണ്ടാടുന്നത്. കാരണം നമ്മുടെ നാട്ടിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മളും പ്രാർത്ഥിച്ച് സുഖം പ്രാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഇടവകകളിലും അമ്പ് തിരുനാൾ വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നുണ്ട്. നമ്മൾ അമ്പ് തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന നാളുകളാണിത്. നമുക്ക് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ അടക്കിയിരിക്കുന്ന കല്ലറ. ഈ കല്ലറയുടെ മുകളിലായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പേറ്റ് കിടക്കുന്ന ഒരു രൂപം നമുക്ക് കാണാം. ഇത് വളരെ ഫേമസ് ആയിട്ടൊരു സ്റ്റാച്യു ആണ്. കാരണം ഫേമസ് ആയിട്ടുള്ള ബെർണേനിയുടെ ശിഷ്യൻ ജൂസപ്പെ ജോർഗേത്തി പണി കഴിച്ച ഒരു രൂപമാണിത്. അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട്, കല്ലറയുടെ മുകളിലായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മുഖം ഉൾക്കൊള്ളുന്ന ഒരു രൂപവും നമുക്ക് കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി വിശുദ്ധ സെബസ്ത്യാനോസിനെ അടക്കിയിരിക്കുന്ന കല്ലറയിലേക്ക് എത്താം. ഇവിടെയാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ അടക്കിയിരിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങളെല്ലാം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസ് കാറ്റക്കോംബിലേക്ക് പ്രവേശിക്കുകയാണ്. കാറ്റക്കോംബ് എന്ന് പറയുന്നത് പണ്ട് മരിച്ചവരെ അടക്കിക്കൊണ്ടിരുന്ന അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള സിമിട്രിയാണ്. വലിയ 12-14 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന വലിയൊരു സിമിട്രിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആ ഒരു കാറ്റക്കോംബിലേക്ക് കയറാം, ഇവിടെ സന്ദർശിക്കാം. എന്താണ് കാറ്റക്കോംബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അണ്ടർഗ്രൗണ്ട് സിമിട്രിയാണ്. മരിച്ചവരെ അടക്കിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് നമ്മളിവിടെ കാണുക. അണ്ടർഗ്രൗണ്ടിൽ എത്ര പേരെയാണ് ഇങ്ങനെ ഓരോന്ന് താഴെ അടുത്തതായിട്ട് ഇങ്ങനെയാണ് ഈ സൈഡുകളിൽ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുക. 14 കിലോമീറ്ററോളം ഒരു സ്ഥലം, അത് കഴിയുമ്പോൾ അടുത്ത വഴി എന്ന് പറഞ്ഞ് നമുക്ക് എല്ലായിടത്തൊന്നും പോകാനായിട്ട് പറ്റിയല്ല. എങ്കിലും നമ്മളൊന്ന് ഏകദേശം മനസ്സിലാക്കി വെക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാറ്റക്കോംബുകളിൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സിമിട്രികളിലാണ് റോമിലെ മതമർദ്ദന കാലത്ത്, സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മതമർദ്ദനം നടന്നപ്പോൾ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാന അർപ്പിക്കാനൊക്കെ ആയിട്ട് ഒന്നു ചേർന്ന സ്ഥലം. കാരണം പുറത്ത് അവർക്ക് പ്രാർത്ഥിക്കാനോ വിശുദ്ധ കുർബാന അർപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിൽ എല്ലാവരും കൂടെ ഈ അണ്ടർഗ്രൗണ്ട് സിമിട്രികളിൽ, ആരും കാണാതെ ഈ അണ്ടർഗ്രൗണ്ട് സിമിട്രികളിൽ വന്നാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, സഭ വളർന്നു വന്ന വഴി. ആദിമ കാലഘട്ടങ്ങളിൽ സഭ പീഡനം അനുഭവിച്ചപ്പോൾ സഭ തളർന്നില്ല, അത് കരുത്താർജിക്കുകയായിരുന്നു. അണ്ടർഗ്രൗണ്ട് സിമിട്രികളിലൊക്കെ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ച് ശക്തി ആർജിക്കുകയായിരുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടി നടക്കുന്നത് റോസാ പൂമെത്തിയിൽ കൂടി നടക്കുന്നത് പോലെ എത്രയെന്ന് പറഞ്ഞ വിശുദ്ധ സെബസ്ത്യാനോസൊക്കെ തൻ്റെ ജീവിതം കൊടുത്ത് ക്രിസ്തുവിനെ സ്നേഹിച്ചു. നമുക്കും സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് നമ്മളെ സ്നേഹിച്ച നമ്മുടെ ഈശോയെ നമ്മുടെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ജീവിതം കൊണ്ടും അവിടുത്തെ നമുക്കും പ്രഘോഷിക്കാം. എല്ലാവർക്കും അമ്പ് തിരുനാളിൻ്റെ പ്രാർത്ഥന ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രത്യേക മാധ്യസ്ഥവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.